ട്രംപ് അമേരിക്കയുടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഒരു വശത്ത് ചൈനയും റഷ്യയും അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ആയുധത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് കൃത്യമായ ധാരണയൊന്നുമില്ല. മറ്റൊരിടത്ത് ഇതാ ഇന്ത്യ അമേരിക്കയുടെ സഖ്യരാജ്യമാണെങ്കിലും അവർക്ക് കൃത്യമായി വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്, കൃത്യമായി ശത്രു രാജ്യത്തെ തകർക്കാനുള്ള സംവിധാനമുണ്ട്. ട്രംപ് അപ്പോഴാണ് ചിന്തിക്കുന്നത് ഇത് സംഭവിക്കുന്നത് അമേരിക്കയിലാണെങ്കിൽ എന്തു സംഭവിക്കുമെന്ന്. പണ്ട് മുതലേ അവകാശവാദങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അതിശക്തമായ പ്രതിരോധ സംവിധാനം ഉണ്ടോ എന്ന് ട്രംപിനും ആശങ്കയായി. അതുകൊണ്ടാണ് ട്രംപ് ചാടിയിറങ്ങി ഒരു രാജ്യത്തിന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ വലിയ തുക കൊടുത്തുകൊണ്ട് ഗോൾഡൻ ഡോം പദ്ധതിയുമായി രംഗത്ത് വന്നത്. റഷ്യയുടെ S-400 കരുത്തും ഇന്ത്യ അത് സുദർശന ചക്രമാക്കി മാറ്റിയപ്പോഴുണ്ടായ അധിക കരുത്തും ആകാശടക്കമുള്ള ഇന്ത്യയുടെ സ്വയം നിർമ്മിത ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്തുമൊക്കെയാണ് ട്രംപിനെ പുനർവിചിന്തനത്തിന് കാരണമായത്. ഇസ്രായേലിന്റെ അയൺ ഡോമിനെ മറികടക്കുന്ന 2011 മുതൽ ഇസ്രായേൽ ഭംഗിയായി അയൺ ഡോമിലൂടെ ഇസ്രായേലിനെ മാത്രമല്ല അവരുടെ ഇഷ്ടരാജ്യങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടേത് കാലഹരണപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനമാണെന്നും ആ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ പുതിയ വ്യോമ പ്രതിരോധം വേണമെന്നും പെട്ടെന്ന് ട്രംപ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഗോൾഡൻ ഡോം എന്ന പേരിൽ നെക്സ്റ്റ് ജനറേഷൻ വ്യോമ പ്രതിരോധ മിസൈൽ വേധ സംവിധാനം ട്രംപ് പ്രഖ്യാപിക്കുന്നത്.